Class 4 Chapter 2 Eidgah. Before starting video, please write which class and chapter name if you want more videos. തുടങ്ങാം നമുക്ക് വീഡിയോ. ഈദ്ഗാഹ് എന്ന പള്ളി. त्योहार खुशियाँ लाते हैं मन में ഉമംഗ് ഭർത്തെ हैं. त्योहार എന്ന ഫെസ്റ്റിവൽ അത് നമുക്ക് സന്തോഷം തരുന്നു, മനസ്സിന് ഉമംഗ് ആഹ്ലാദവും തരുന്നു. त्योहारों पर मेले लगाए जाते हैं. ഉത്സവകാലത്ത് മേലെ എന്നാൽ ഫെയർ എന്നാണ് അർത്ഥം, FAIR. ഉത്സവകാലത്ത് തന്നെ നമ്മൾ ഊഞ്ഞാലുകളും സ്റ്റോൾസൊക്കെ കാണാറുണ്ടല്ലോ, അതൊക്കെയാണ് മേലെ. इन मेलों से लोगों को ज़रूरी सामान मिलता है और भरपूर मनोरंजन भी होता है. ഈ ഒരു ഫെയർ അതിന്ന് ആൾക്കാർക്ക് വേണ്ട സാധനങ്ങളും പിന്നെ ആൾക്കാർക്ക് മുഴുവൻ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സന്തോഷിക്കാവുന്ന ഒരു കുറച്ച് ദിവസങ്ങളായിരിക്കും അത്. मेले में हामिद के दोस्त खिलौने मिठाइयाँ खरीद कर अपने पैसे खर्च कर देते हैं. ഈ ഫെയറിൽ ഹാമിദ് എന്ന് പറഞ്ഞ കുട്ടിയുടെ കൂട്ടുകാർ കളിപ്പാട്ടവും സ്വീറ്റ്സും വാങ്ങിയിട്ട് അവരവരുടെ പൈസകൾ ചിലവാക്കുന്നു. लेकिन हामिद कुछ ऐसा करता है कि अपनी दादी का मन जीत लेता है. ഹാമിദ് പറഞ്ഞ കുട്ടി അവൻ്റെ മുത്തശ്ശിയെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. रमज़ान के पूरे 30 റോസോ കെ ബാദ് ആജ് ഈദ് ആയി ഹെ. റംസാന് ശേഷം 30 റോസ കഴിഞ്ഞിട്ടാണ് ഈദ് ഇന്ന് വന്നിരിക്കുന്നത്. കിത്ന മനോഹർ കിത്ന സുഹാവന പ്രഭാത് ഹെ. എത്ര മനോഹരമായതും എത്ര രസമുള്ള പ്രഭാതം അല്ലെങ്കിൽ രാവിലെയാണ് ഇത്. വൃക്ഷോ പർ കുച്ച് അജീബ് ഹരിയാലി ഹെ. മരത്തിൽ ഒരു പ്രത്യേക തരമുള്ള ഹരിയാലി പച്ചപ്പാണുള്ളത്. ഖേത്തോ മേ കുച്ച് അജീബ് റോനക് ഹെ. ഖേത്തോ പാടത്ത് മുഴുവൻ ഒരു പ്രത്യേകമായ ഒരു ഉത്സവകാലം തന്നെയാണ്. ആസ്മാൻ പർ കുച്ച് അജീബ് ലാലിമ ഹെ. ആകാശത്തിൽ എന്തോ പ്രത്യേകതരമായ ലാലിമ ചുവപ്പ് നിറമാണ്. ആജ് കാ സൂര്യ ദേഖോ കിത്ന പ്യാര കിത്ന ശീതൽ ഹെ. ഇന്നത്തെ സൂര്യനെ നോക്കൂ, എന്തൊരു രസമുള്ള സൂര്യനാണ്. മാനോ സൻസാർ കോ ഈദ് കി ബദായി ദേ രഹാ ഹെ. ഇത് കാണുമ്പോൾ തോന്നുന്നത് ലോകം മുഴുവൻ ഈദിൻ്റെ ഉത്സവത്തിൽ മുഴുകിയിരിക്കുന്നതായിട്ടാണ്. ഗാവ് മേ കിത്നി ഹൽചൽ ഹെ. ഗ്രാമത്തിൽ മുഴുവൻ ഉത്സവത്തോടനുബന്ധിച്ച് മുഴുവൻ ആഘോഷങ്ങൾ തന്നെയാണ്. ഹൽചൽ എന്നാൽ തിരക്കും ആഘോഷങ്ങളും നിറഞ്ഞിരിക്കുന്നു. ഈദ്ഗാ ജാനെ കി തയ്യാരിയാ ഹോ രഹി ഹെ. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ലഡ്കെ സബ്സെ ജ്യാദ പ്രസന്ന ഹെ. ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്നത്, പ്രസന്നരായിട്ടിരിക്കുന്നത്. ബാർ ബാർ ജേബ് സെ ഖസാന നിക്കാൽ കർ ഗിൻതെ ഹെ. ഖസാന നിധി. വീണ്ടും വീണ്ടും പോക്കറ്റിൽ നിന്നും നിധി എടുത്ത് എണ്ണിക്കൊണ്ടിരിക്കുന്നു. നിധി എന്നാൽ പൈസ. മെഹമൂദ് ഗിൻത ഹെ. ആദ്യം മെഹമൂദാണ് എണ്ണുന്നത്. 1 2 10 12. ഉസ്കെ പാസ് 12 പൈസേ ഹെ. മെഹമൂദിൻ്റെ അടുത്ത് 12 പൈസകളുണ്ട്. മൊഹസിൻ കെ പാസ് 15 പൈസേ ഹെ. മൊഹസിൻ്റെ അടുത്ത് 15 പൈസയാണുള്ളത്. ഇനി അൻഗിനത് പൈസോ സെ അൻഗിനത് ചീജെ ലായെങ്കെ. ഇത്ര തന്നെ ഈ പൈസ കൊണ്ട് തന്നെ വേണ്ടുവോളം സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. खिलौने मिठाइयाँ बिगुल गेंद और ना जाने क्या क्या. ഖിലോനെ കളിപ്പാട്ടം, മിഠായിയ മധുര പലഹാരങ്ങൾ. ബിഗുൽ എന്നത് ട്രംഫെറ്റ്, ഗേന്ദ് പന്ത്, പിന്നെ വേറെ പല സാധനങ്ങളും. ഇതാണ് ബിഗുൽ. ഇത് വാങ്ങും എന്നാണ് പറയുന്നത്. और सबसे ज़्यादा प्रसन्न है हामिद. ഏറ്റവും നല്ല സന്തോഷിച്ചിരിക്കുന്ന കുട്ടി ഹാമിദാണ്. वह भोली सूरत का 4-5 साल का दुबला पतला लड़का.
അവൻ ഭോലി നിഷ്കളങ്കൻ, നിഷ്കളങ്കമായ ഒരു മുഖമുള്ള ഒരു 4-5 വയസ്സായ മെലിഞ്ഞ ഒരു കുട്ടിയാണ്. ഉസ്കെ പിതാ ഗത് വർഷ് ഹേജെ കി ഭേന്റ് ഹോ ഗയേ ഥേ. അവൻ്റെ അച്ഛൻ ഗത് വർഷ് എന്നാൽ കഴിഞ്ഞ വർഷം, ഹേജെ കോളറ, ഹേജെ കി ഭേന്റ് അവൻ്റെ അച്ഛൻ കഴിഞ്ഞ വർഷം കോളറ ബാധിച്ച് മരിച്ചു പോയതാണ്. ഓർ മാ നാ ജാനെ ക്യൂ പീലി ഹോത്തി ഹോത്തി ഏക് ദിൻ മർ ഗയി. അമ്മയും ഒരു ദിവസം മഞ്ഞ നിറം ആയി അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചുപോയി. കിസിക്കോ പതാ നാ ചലാ കി ക്യാ ബീമാരി ഥി. ആർക്കും അറിഞ്ഞില്ല എന്തായിരുന്നു അസുഖം എന്ന്. अब हामिद अपनी बूढ़ी दादी आमिना की गोदी में सोता है और उतना ही प्रसन्न रहता है. ഇപ്പോൾ ഹാമിദ് തൻ്റെ മുത്തശ്ശിയുടെ കൂടെയാണ്, മുത്തശ്ശി ആമിനയുടെ കൂടെയാണ് ഉറങ്ങുന്നതും സന്തോഷമായിരിക്കുന്നതും. ഉസ്കെ അബ്ബാജാൻ റുപ്പയെ കമാനെ ഗയേ ഹെ. അവൻ്റെ അച്ഛൻ പൈസ നേടാൻ പോയിരിക്കുകയാണ് അല്ലെങ്കിൽ പൈസ സമ്പാദിക്കാൻ പോയിരിക്കുകയാണ്. അമ്മീജാൻ അല്ലാ മിയാ കെ ഘർ സെ ഉസ്കെ ലിയെ ബഹുത് സി അച്ഛി ചീജെ ലാനെ ഗയി ഹെ. അവൻ്റെ അമ്മ ദൈവത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങാനാണ് പോയിരിക്കുന്നത്. ഇസ്ലിയെ ഹാമിദ് പ്രസന്ന ഹെ. അതുകൊണ്ട് ഹാമിദ് നല്ല സന്തോഷവാനാണ്. ആശ തോ ബഡി ചീജ് ഹെ. ആശകൾ കുറേയുണ്ട് ഹാമിദിന്. ഹാമിദ് കെ പാവ് മേ ജൂത്തേ നഹി ഹെ. ഹാമിദിൻ്റെ കാലിൽ ചെരുപ്പുകളില്ല. സിർ പർ ഏക് പുരാനി ടോപ്പി ഹെ. തലയിൽ ഒരു പഴയ തൊപ്പിയാണുള്ളത്. ജിസ്കാ ഗോട്ട കാല പട് ഗയാ ഹെ. അത് മുഴുവൻ കറുത്തിരിക്കുന്നു. ഫിർ ഭി വേ പ്രസന്ന ഹെ. എന്നിട്ടും അവൻ സന്തോഷവാനാണ്. अभागिन आमिना अपनी कोठरी पर में बैठी रो रही है. അഭാഗിൻ നിർഭാഗ്യയായ ആമിന തൻ്റെ കുടിലിൽ ഇരുന്ന് കരയുകയാണ്. ആജ് ഈദ് കാ ദിൻ ഹെ ഓർ ഉസ്കെ ഘർ മേ ദാനെ തക് നഹി ഹെ. ഇന്ന് ഈദ് ഉത്സവമാണ്, എന്നിട്ടും അവരുടെ വീട്ടിൽ കഴിക്കാൻ ഒരു അന്നം പോലും ഇല്ല. ലേക്കിൻ ഹാമിദ് ഉസ്കെ അന്തർ പ്രകാശ് ഹെ ബാഹർ ആശ. പക്ഷേ ഹാമിദ് അവൻ്റെ ഉള്ളിൽ പ്രകാശവുമുണ്ട്, വെളിയിൽ കുറേ ആശകളുമുണ്ട്. ഹാമിദ് ഭീതർ ജാക്കർ ദാദി സേ കേത്താ ഹെ. ഹാമിദ് ഉള്ളിൽ പോയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പറയും, തും ഡർന നഹി അമ്മ, മേ സബ്സെ പെഹലെ ആവുങ്ക, ബിൽക്കുൽ നാ ഡർന. നിങ്ങൾ പേടിക്കേണ്ട മുത്തശ്ശി, ഞാൻ വേഗം തന്നെ വരാം, ഒട്ടും പേടിക്കരുത്. അമീന കാ ദിൽ കച്ചോട്ട് രഹാ ഹെ. അമീനയുടെ മനസ്സ് പെടയുകയാണ്. ഗാവ് കെ ബच्चे अपने अपने पिता के साथ जा रहे हैं. ഗ്രാമത്തിലെ കുട്ടികൾ തൻ്റെ അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത്. ഹാമിദ് കാ ആമിന കെ സിവ കോൻ ഹെ. ഹാമിദിന് ആമിന അല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? ഭീഡ് മേ ബച്ച കഹി ഖോ ഗയാ തോ ക്യാ ഹോഗാ. ഭീഡ് തിരക്കിൽ കുട്ടി എവിടെയെങ്കിലും കളഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? 3 കോസ് ചലേഗ കേസെ. കോസ് എന്ന് ദൂരം അളക്കാനുള്ള ഒരു മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ദൂരം അവൻ എങ്ങനെ നടക്കും എന്നാണ് അമീന വിചാരിക്കുന്നത്. പേരോ മേ ഛാലെ പട് ജായെങ്കെ. കാലിൽ പൊള്ളങ്ങൾ വരും. ജൂത്തേ ബി തോ നഹി ഹെ. ചെരുപ്പും കൂടി ഇല്ലാത്തതല്ലേ. വേ തോടി ദൂർ ചൽക്കർ ഉസെ ഗോദ് ലേ ലേത്തി. ലേക്കിൻ യഹാ സേവയ്യ കോൺ പക്കായക. അമീന ഒപ്പം പോയിരുന്നെങ്കിൽ കുറച്ചു ദൂരം കഴിഞ്ഞ് മടിയിൽ എടുത്തേനെ. ഗോദി ലേ ലേത്തി. ലേക്കിൻ യഹാ സേവയ്യ സേമിയ ആര് ഉണ്ടാക്കും? पैसे होते तो लौटते लौटते सारी सामग्री जमा करके झटपट बना लेती. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഉത്സവത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വേഗം ഉണ്ടാക്കാമായിരുന്നു. യഹാ തോ ചീജെ ജമാ കർത്തെ കർത്തെ ഘണ്ടോ ലഗേങ്കെ. ഇവിടെ പക്ഷേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോഴേക്കും സമയം കുറേ ആകും. ഗാവ് മേ റേല ചല. ഗാവിൽ ആളുകൾ നിറഞ്ഞുകൂടി. ഓർ ബി ബച്ചോ കെ സാത്ത് ഹാമിദ് ജാ രഹാ താ. എല്ലാ കുട്ടികളുടെ കൂടെ ഹാമിദും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷെഹർ കാ ദാമൻ ആ ഗയ. നഗരത്തിൻ്റെ വശം എത്തി. സടക്കോ കെ ദോനോ ഓർ അമീരോ കെ ബഗീച്ചെ ഹെ. വഴി മുഴുവൻ രണ്ട് സൈഡിലും സമ്പന്നരുടെ തോട്ടങ്ങളാണ്. ബഡി ബഡി ഇമാരത്തെ. വലിയ വലിയ കെട്ടിടങ്ങൾ. അദാലത്ത് കോടതി, കോളേജ്.
ക്ലബ്, ഘർ വീടുകൾ ആദി ദിക്കായി ദേനെ ലഗി. ഉത്സവത്തിന് പോണ വഴികളുടെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഹൽവായിയോ കി ദുക്കാനെ മിഠായിയോ സേ സജി ഹുയി थी. ഹൽവായിയ പലഹാരക്കാരൻ, പലഹാരക്കാരുടെ കടകൾ മുഴുവൻ മധുര പലഹാരങ്ങൾ വെച്ച് അലങ്കരിച്ചിരുന്നു. അബ് ബസ്തി ഘനി ഹോനെ ലഗി. ബസ്തി കോളനി, ഇനി കോളനി മുഴുവൻ നിറഞ്ഞുകൂടുകയായിരുന്നു. ഈദ്ഗാ ജാനെ വാലോം കി ടോലിയ നസർ ആനെ ലഗി. പള്ളിയിൽ പോകാനുള്ള ആൾക്കാരുടെ സംഘങ്ങൾ, കൂട്ടങ്ങൾ, ടോലിയ കൂട്ടങ്ങൾ കാണാനുണ്ടായിരുന്നു. ഏക് സേ ഏക് ഭഡ്കീലെ വസ്ത്ര പെഹനെ ഹുവേ. എല്ലാവരും നല്ല ഭഡ്കീലെ തിളങ്ങുന്ന ഉടുപ്പുകളാണ് ഇട്ടിരുന്നത്. സെഹ്സ ഈദ്ഗാ നസർ ആയ. ഇതിൻ്റെ ഇടയിൽ സാധാരണമായ നമ്മളുടെ പള്ളി കാണുന്നുണ്ടായിരുന്നു. ലാഖോ സിർ ഏക് സാത്ത് സജ്ദേ മേ ഝുക് ജാത്തെ ഹേ ഫിർ സബ്കെ സാത്ത് ഏക് സാത്ത് ഖഡേ ഹോ ജാത്തെ ഹേ. എല്ലാവരും ഒരുമിച്ച് തന്നെ നമസ്കരിച്ച് എഴുന്നേറ്റ് നിന്നു. നമാസ് ഖത്തം ഹോ ഗയി. നമാസ് കഴിഞ്ഞു. ലോഗ് ആപ്പസ് മേ ഗലെ മിൽ രഹേ ഹേ. ആൾക്കാർ തമ്മിൽ കഴുത്ത് കൂട്ടുന്നു, അവരുടെ ആ ആചാരം ചെയ്യുന്നു. അബ് ഖിലോനോ കി ദുക്കാനോ മേ പർ ധാവാ ഹോത്താ ഹെ. ഇനി ഇത് കഴിഞ്ഞതോടുകൂടി എല്ലാവരും കളിപ്പാട്ടത്തിൻ്റെ കടയിൽ ആക്രമിക്കുന്നു. അതായത് എല്ലാവരും കൂടി ഒത്തുകൂടുന്നു. ഹാമിദ് ദൂർ ഖടാ താ. ഹാമിദ് പക്ഷെ അടുത്ത് പോയില്ല, അവൻ ദൂരെ തന്നെ നിന്നു. ഉസ്കെ പാസ് കേവൽ 3 പൈസേ ഹേ. അവൻ്റെ അടുത്ത് 3 പൈസ മാത്രമേ ഉള്ളൂ. മൊഹസിൻ ബിഷ്തി ഖരീദത്താ ഹെ, മെഹമൂദ് സിപ്പാഹി, നൂറെ വക്കീൽ ഓർ സമ്മി ധോബിൻ. ഇതുപോലെ ചിലർ സിപ്പാഹി, സോൾജർ, വക്കീൽ. ഇതാണ് നമ്മളുടെ ബിസ്തെ. ഈ കളിപ്പാട്ടത്തിനെയാണ് ബിസ്തെ എന്ന് പറഞ്ഞത്. എല്ലാവരും പ്രത്യേകതരമായ കളിപ്പാട്ടങ്ങൾ വാങ്ങി. ഹാമിദ് ഖിലോനോ കോ ലൽച്ചായി ആങ്കോ സെ ദേഖ്താ ഹെ. ലൽച്ചാന പ്രലോഭനം. അവനും വേണം എന്ന ആഗ്രഹത്തോടെയാണ് അവനും കളിപ്പാട്ടങ്ങൾ നോക്കിക്കൊണ്ട് നിന്നത്. വേ അപ്നെ ആപ്കോ സംജാത്താ ഹെ. സ്വന്തം തന്നെ അവൻ മനസ്സിലാക്കി കൊടുക്കുന്നു. മിട്ടി കേ തോ ഹേ ഗിരേ തോ ചക്നാചൂർ ഹോ ജായേ. ഇതൊക്കെ മണ്ണ് കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, വീണ് കഴിഞ്ഞാൽ ചക്നാചൂർ, എല്ലാം തവിട് പൊടി ആകും എന്ന് അവൻ മനസ്സിൽ തന്നെ പറഞ്ഞിട്ട് ആശ്വസിക്കുന്നു. ഫിർ മിഠായിയോ കി ദുക്കാനെ ആത്തി ഹെ. എന്നിട്ട് മധുര പലഹാരങ്ങളുടെ കടകളാണ് വരുന്നത്. കിസിനെ റേവടിയാൻ ലി, കിസിനെ ഗുലാബ് ജാമുൻ, കിസിനെ സോഹൻ ഹൽവ. പലരും പല രീതിയിലുള്ള മധുര പലഹാരങ്ങളാണ് വാങ്ങിയത്. മൊഹസിൻ കേത്താ ഹെ ഹാമിദ് ലേ റേവടി ലേ കിത്നി ഖുഷ്ബൂദാർ ഹെ. മൊഹസിൻ അപ്പോൾ ഹാമിദിൻ്റെ അടുത്ത് പറയുന്നു, എന്നാ ഈ മധുര പലഹാരം എടുത്തോ, നല്ല രസമുണ്ട്, നല്ല മണമുണ്ടല്ലോ. ഹാമിദ് ने कहा रखे रहो क्या मेरे पास पैसे नहीं है. അപ്പോൾ മൊഹസിൻ തരുന്നത് കണ്ടിട്ട് ഹാമിദ് പറയാണ്, നീ അവിടെ വെച്ചോ, എൻ്റെ അടുത്ത് എന്താ പൈസ ഇല്ലേ. സമ്മി ബോല 3 ही पैसे तो है, 3 पैसे में क्या क्या लोगे. സമ്മി പറഞ്ഞു, 3 പൈസയല്ലേ ഉള്ളൂ, 3 പൈസ കൊണ്ട് നീ എന്തൊക്കെയാണ് വാങ്ങാൻ പോകുന്നത്. മിഠായിയോ കെ ബാദ് കുച്ച് ദുക്കാനെ ലോഹേ കി ചീജോ കി ആത്തി ഹെ. ആ മധുരപലഹാരങ്ങളുടെ കട കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ കുറച്ച് സാധനങ്ങളുടെയാണ്. കൈ ചിംട്ടെ രഖേ ഹുവേ ഥേ. ചിംട്ടെ എന്ന് വെച്ചാൽ ഇതാണ് ചിംട്ട. ഇത് റൊട്ടിക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് പിടിച്ചിട്ട് റൊട്ടി തിരിച്ചും മറിച്ചും ഇടാൻ പറ്റിയതാണ് ചിംട്ട. ചിംട്ട അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹാമിദ് കോ ഖയാൽ ആത്താ ഹെ ദാദി കെ പാസ് ചിംട്ട നഹി ഹെ. ഹാമിദിന് ഒരാലോചന വരും, മുത്തശ്ശിയുടെ അടുത്ത് ചിംട്ട ഇല്ലല്ലോ. തവേ സേ റോട്ടിയാ ഉതാർത്തി ഹെ തോ ഹാത്ത് ജൽ ജാത്താ ഹെ. ഫ്രൈയിങ് പാൻ, തവ, റൊട്ടിക്കല്ലോ ദോശക്കല്ലോ അതിനെയാണ് തവ എന്ന് പറയുന്നത്. അതിന്ന് റൊട്ടി എടുക്കുമ്പോൾ കൈ പൊള്ളുമല്ലോ. അഗർ വഹ് ചിംട്ട ലേ ജാക്കർ ദാദി കോ ദേ ദേ തോ വേ കിത്നി പ്രസന്ന ഹോഗി. അവൻ ഈ ചിംട്ട വാങ്ങിയിട്ട് മുത്തശ്ശിക്ക് കൊടുത്താൽ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഫിർ ഉൻകി ഉംഗലിയാ കഭി ന ജലേഗി. എന്നിട്ട് അവരുടെ വിരലുകൾ ഒരിക്കലും പൊള്ളില്ല.
दादी अम्मा चिमटा देखेगी, देखते ही दौड़कर मेरे हाथ से ले लेंगी. മുത്തശ്ശി എൻ്റെ കയ്യിൽ ചിമട്ട കണ്ടതും ഓടി വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങും. ഓർ കഹേഗി, എന്നിട്ട് പറയും, മേരാ ബച്ച അമ്മ കെ ലിയെ ചിമട്ട ലായാ ഹെ, എൻ്റെ കുട്ടി എനിക്ക് വേണ്ടി ചിമട്ട കൊണ്ടുവന്നിരിക്കുകയാണ്. ഹസാറോ ദുആയെ ദേഗി, ദുആയെ ബ്ലെസ്സിങ്സ്, കുറേ ആശീർവാദം കൊടുക്കും. ഫിർ പടോസ് കി ഔറത്തോं को दिखाएगी, എന്നിട്ട് അടുത്തുള്ള സ്ത്രീകൾക്കും കാണിച്ചു കൊടുക്കും. സാരേ ഗാവ് മേ ചർച്ച ഹോനെ ലഗേഗി, മുഴുവൻ ഗ്രാമത്തിലും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. ഹാമിദ് ചിമട്ട ലായാ ഹെ, ഹാമിദ് ചിമട്ട കൊണ്ടുവന്നിട്ടുണ്ട്. കിത്നാ അച്ഛാ ലടക്കാ ഹെ, എത്ര നല്ല കുട്ടിയാണ്. ബഡോं की दुआएं सीधे अल्लाह के दरबार में पहुंचती है और तुरंत सुनी जाती है. വലിയവർ തരുന്ന ആശീർവാദം നേരെ ദൈവത്തിൻ്റെ അടുത്താണ് എത്തുന്നത്. അതൊക്കെ ദൈവം കേൾക്കുകയും ചെയ്യും. ഹാമിദ് നെ ദുക്കാൻദാർ സെ പൂച്ച, ഹാമിദ് ആ കടക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, യേ ചിമട്ട കിത്നെ കാ ഹെ, ഈ ചിമട്ട എത്രയ്ക്കാണ്. 6 पैसे कीमत सुनकर ഹാമിദ് കാ ദിൽ बैठ गया. കടക്കാരൻ അത് 6 പൈസയാണ് പറഞ്ഞപ്പോൾ ഹാമിദിന് സങ്കടം തോന്നി. ഹാമിദ് ने कलेजा मजबूत करके कहा 3 पैसे लोगे. ഹാമിദ് മനസ്സ് സ്ട്രോങ് ആക്കിയിട്ട് പറഞ്ഞു, 3 പൈസ വാങ്ങുമോ. ദുക്കാൻദാർ ने मना कर दिया, കടക്കാരൻ അത് ഇല്ല എന്ന് പറഞ്ഞു. जब हामिद दुकान से आगे निकल गया तब दुकानदार ने उसे वापस बुलाकर चिमटा दे दिया. ഹാമിദ് അതും കേട്ട് സങ്കടത്തോടെ പോകുന്നത് കണ്ടിട്ട് കടക്കാരൻ അവനെ തിരിച്ചു വിളിച്ചിട്ട് ആ ചിമട്ട കൊടുത്തു. ഹാമിദ് ने उसे इस तरह कंधे पर रखा माने बंदूक हो, ബന്ദൂക്ക് ഗൺ വെക്കുന്നത് പോലെ തന്നെ അവൻ അത് ഷോൾഡറിൽ കയറ്റി വെച്ചു. और शान से अकड़ता हुआ संगियों के पास आया. ഷാൻ സെ അക്കഡ്ന എന്ന അഭിമാനത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ തന്നെ, ഞാൻ വാങ്ങി എന്ന അഭിമാനത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ തന്നെ അവൻ സംഗിയോ പറഞ്ഞ കൂട്ടുകാരുടെ അടുത്ത് ചെന്നു. दोस्तों ने मजाक किया, ये चिमटा क्यों लाया पगले, इससे क्या करेगा. പക്ഷേ കൂട്ടുകാർ അത് കണ്ടിട്ട് അവനെ കളിയാക്കി, ഈ ചിമട്ട എന്തിനാ കൊണ്ടുവന്നത്, ഇതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന്. घर आने पर അമീന ഹാമിദ് की आवाज़ सुनते ही दौड़ी. വീട്ടിൽ ഹമീദിൻ്റെ ശബ്ദം കേട്ടതും അമീന ഓടി വന്നു. और उसे गोद में उठाकर प्यार करने लगी. എന്നിട്ട് അവനെ മടിയിലിരുത്തിയിട്ട് വാത്സല്യത്തോടെ സ്നേഹിക്കാൻ തുടങ്ങി. സെഹസാസ് ഉസ്കെ ഹാത്ത് മേ ചിമട്ട ദേക്കർ വേ ചോക്കി. പക്ഷേ സാധാരണമായി അവൻ്റെ കയ്യിൽ ഒരു ചിമട്ട കണ്ടിട്ട് ആമീന ഒന്ന് ഞെട്ടി. ഞെട്ടി. ഈ ചിമട്ട കഹാ താ, ഈ ചിമട്ട എവിടെയായിരുന്നു. മേനെ മോൽ ലിയാ ഹെ, മോൽ ലിയ പറഞ്ഞ ഞാൻ വാങ്ങിയതാണ്. കെ പൈസമേ, എത്ര പൈസ കൊടുത്തിട്ട്. 3 पैसे दिए, 3 പൈസ കൊടുത്തു. അമീന നീ ഛാത്തി പീട്ടണ പറഞ്ഞ നെഞ്ചത്തടിക്കുക അല്ലെങ്കിൽ അയ്യോ എൻ്റെ ഭഗവാനെ എന്ന് വിളിക്കുന്ന ആ രീതി. ये कैसा बेसमझ लड़का है कि दोपहर हुई कुछ खाया ना पिया लाया क्या चिमटा. ഇതെന്തൊരു എന്താ പറയുക, ധിക്കാരം അല്ലെങ്കിൽ വിവരമില്ലാത്ത കുട്ടി അല്ലെങ്കിൽ അറിവില്ലാത്ത കുട്ടിയാണ്. ഒന്നും കഴിച്ചിട്ടുമില്ല, ഉച്ചയാവും ചെയ്തു, ഒന്നും കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. എന്നിട്ട് മുഴുവൻ ഉത്സവം അല്ലെങ്കിൽ ആ ഫെയർ മുഴുവൻ കറങ്ങിയിട്ട് ഒരു ചിമട്ടയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. सारे मेले में तुझे और कोई चीज़ ना मिली जो ये लोहे का चिमटा उठा लाया. ഈ മുഴുവൻ മേല അല്ലെങ്കിൽ ഈ മുഴുവൻ ഫെയറും കറങ്ങിയിട്ട് നിനക്ക് വേറൊരു സാധനം കിട്ടിയില്ലേ, ഈ ചിമട്ട മാത്രമാണോ കിട്ടിയത്. ഹാമിദ് ने अपराधी भाव से कहा. ഹാമിദ് എന്തോ വലിയ കുറ്റം ചെയ്ത ആ ഒരു സ്വരത്തിൽ പറഞ്ഞു. तुम्हारी उंगलियां तवे से जल जाती थी इसलिए मैंने इसे ले लिया. നിങ്ങളുടെ മുത്തശ്ശിയുടെ അടുത്ത് പറയാണ്, നിങ്ങളുടെ വിരലുകളല്ലേ റൊട്ടിക്കല്ലിൽ റൊട്ടി എടുക്കുമ്പോൾ പൊള്ളുന്നത്, അത് കാരണമാണ് ഞാനിത് കൊണ്ടുവന്നത്. ബുഡിയ കാ ക്രോധ് തുരന്ത് സ്നേഹമേ ബദൽ ഗയ. മുത്തശ്ശി എത്രത്തോളാണ് ദേഷ്യപ്പെട്ടത്, അത് പെട്ടെന്ന് തന്നെ സ്നേഹമായി മാറി. യഹ് മൂക്ക് സ്നേഹ പറഞ്ഞ നിശബ്ദമായ വാത്സല്യമായിരുന്നു. രസ് ഓർ സ്വാദ് സേ ഭര,
എന്താ നിശബ്ദയായ വാത്സല്യം. പെട്ടെന്ന് തന്നെ ആ മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു. ബച്ചേ മേ കിത്നാ ത്യാഗ്, കിത്നാ സദ്ഭാവ് ഓർ കിത്നാ വിവേക് ഹെ. എത്ര അറിവും വിവേക് അറിവ്, എത്ര ത്യാഗഭാവമുള്ളതും സദ്ഭാവ് നല്ല ഒരു സ്വഭാവമാണ് ഈ കുട്ടിക്കുള്ളത്. दूसरों को खिलौना लेते और मिठाई खाते देखकर इसका मन कितना ललचाया होगा. മറ്റുള്ളവർ കളിപ്പാട്ടം വാങ്ങുന്നതും മധുര പലഹാരങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ടും ഇവനും അതൊക്കെ ചെയ്യണം എന്ന് മോഹം തോന്നിയിട്ടുണ്ടാവുമല്ലോ. വഹാ ബി അപ്നി ബുഡിയ ദാദി കി യാദ് ബനി രഹി. അവിടെയും അവൻ മുത്തശ്ശിയെക്കുറിച്ച് മാത്രമാണ് വിചാരിച്ചത്. അമീന കാ മൻ ഗദ്ഗദ് ഹോ ഗയ. മനസ്സ് വിറച്ചുപോയി. ദാമൻ ഫേലാക്കർ ഹാമിദ് കോ ദുആയേ ദേത്തി ജാത്തി ഥി. മനസ്സ് മുഴുവൻ നിറഞ്ഞ് ഹാമിദിന് കുറേ ആശീർവാദം കൊടുത്തുകൊണ്ടിരുന്നു. ഓർ ആസു കി ബഡി ബഡി ബൂന്ദ് ഗിരാത്തി ജാത്തി ഥി. എന്നിട്ട് സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കണ്ണുനീര് പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഹാമിദ് ഇസ്കാ രഹസ്യ ക്യാ സമജ്ത. പക്ഷേ ചെറിയ കുട്ടിയായ ഹാമിദ് ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് എന്താ തിരിച്ചറിയുക?